ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നൂൽ പൊറാട്ടയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഒരു ടീസ്പൂൺ ഉപ്പുമാണ് നമ്മൾ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ആദ്യം അര കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല കുഴച്ചെടുത്തിട്ട് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിക്ക് ഒഴിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴിക്കേണ്ടത്. ടേബിൾ ടോപ്പിലേക്ക് ഇത്തിരി മൈദ ഡസ്റ്റായിട്ട് ഇട്ടിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സിലിണ്ടർ ഷേപ്പിൽ കുറേ നേരം ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ 2 കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് നീട്ടി ആക്കേണ്ടതാണ്. എന്നിട്ട് കുറേ നേരം ഒരു 15 മിനിറ്റ് നേരം ഇത് കുഴക്കണം. എന്നിട്ടാണ് നമ്മളിത് പൊറാട്ടയുടെ അടുത്ത ഇതിലേക്ക് പോകാൻ പോകുന്നത്. ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം പവറിൽ നമ്മളിത് അമർത്താൻ പാടുള്ളതല്ല. സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് അമർത്തുന്നത്. വെറുതെ കയ്യിൽ ഇങ്ങനെ വെച്ച് അമർത്തിയാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീശി അടിച്ചാലും മതി. അങ്ങനെ നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് നേരം വീശി എടുക്കണമെന്നേ ഉള്ളൂ. അധികം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലിട്ട് പൊരിക്കുമ്പോൾ ഇതിന് ഹാർഡായി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ലോയിൽ മാത്രമേ ആക്കാവൂ. പിന്നീട് നമ്മൾ ഇത് നല്ലോണം വീശി അടിച്ചു പരത്തണം. എന്നാൽ മാത്രമേ പൊറാട്ട ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം മുറിച്ച് ഷേപ്പാക്കി നമ്മളുടെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം 2 ഭാഗത്തും ഇങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആക്കാവൂ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നീളം ഇത് പോലെ ആക്കിയിട്ട് റോസാപ്പൂ പോലെ ചുരുട്ടിയെടുക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇത് മടക്കി അതിൻ്റെ അഗ്രഭാഗം എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ തന്നെ ആക്കി വെക്കണം. അല്ലെങ്കിൽ പരത്തുമ്പോൾ ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ചപ്പാത്തി കോലോണ്ട് പരത്തി കൊടുക്കണം. പറ്റുന്ന അത്രയും റൗണ്ടായിട്ട് തന്നെ പരത്തണം. അധികം കനം കുറയ്ക്കാൻ പാടില്ല. അത്യാവശ്യമായി കട്ടിയിൽ തന്നെയായിരിക്കണം നമ്മളിത് പരത്തി വെക്കേണ്ടത്. കനം കുറഞ്ഞ് പരത്തിയാൽ ചുടുമ്പോൾ ലെയറായിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. പിന്നെ ഒരുപാട് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പൊറാട്ട തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അധികം കട്ടിയാക്കാതെ മെല്ലനെ അടിച്ച് പരത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പിന്നെയും ശ്രദ്ധിക്കണം. നമ്മൾ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ എണ്ണയ്ക്ക് ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. എണ്ണയ്ക്ക് കൂടുതൽ പിശുക്ക് കാണിച്ചാൽ പൊറാട്ട ഡ്രൈ ആവുകയുള്ളൂ. പൊറാട്ടയ്ക്ക് സാധാരണ നല്ല എണ്ണ തന്നെ വേണം. എത്രത്തോളം എണ്ണ ഉപയോഗിക്കുന്നു അത്രത്തോളം പൊറാട്ട സോഫ്റ്റായി എന്നും വിചാരിച്ച് കുറേ എണ്ണ ഒഴിച്ചാൽ പൊറാട്ടയ്ക്ക് എണ്ണ മടക്കി വെക്കുകയും ഒരു ടേസ്റ്റും ഇല്ലാതാവുകയും ചെയ്യും. ഒരു നിശ്ചിത അളവിൽ മാത്രമേ നമ്മൾ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് കുറേ പൊറാട്ട ചൂയ് ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പൊറാട്ടയുടെ ഗ്ലൂട്ടൻ അളവ് കുറയുകയും അത് കൂടുതൽ കട്ടിയാവുകയും ലൂസായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണങ്ങിപ്പോവുകയേ ചെയ്യുകയുള്ളൂ. ഗ്ലൂട്ടൻ അളവ് കൂടുന്തോറും നമ്മളുടെ പൊറാട്ടയ്ക്ക് ചൂയ് ഫീലും കൂടും. ചൂയ് ഫീലാണ് പൊറാട്ടയ്ക്ക് ശരിക്കും വേണ്ട ഒരു അളവ്. ഒരു ചപ്പാത്തിക്ക് കഴിക്കുന്നതിനെക്കാട്ടും ലൂസായിരിക്കണം നമ്മളുടെ പൊറാട്ടയുടെ അളവ്. പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടായിരിക്കണം നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുന്നതും വേണം. ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ പൊറാട്ട ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചെടുക്കണം. അതാണ് പൊറാട്ടയുടെ നല്ല അളവ്. എണ്ണ ഒഴിക്കുമ്പോൾ അധികം അമർത്തി ഒഴിക്കാൻ പാടില്ല. ഒന്ന് കുടയാൻ മാത്രമേ പാടുള്ളൂ. അതാണ് പൊറാട്ടയുടെ നല്ല ചൂയ് ഫീൽ കൂടണമെങ്കിൽ നല്ല പൊറാട്ട തന്നെ കഴിക്കുക. നമ്മൾ പിന്നെ ഇത് വാങ്ങി നല്ലോണം ആ ചൂടിൽ തന്നെ
നമ്മൾ കിച്ചൺ ടോപ്പിലിട്ട് നല്ലോണം അടിച്ചെടുക്കുകയാണ്. ഇതാണ് പൊറാട്ടയുടെ നല്ല പരിവം. എത്രത്തോളം അടിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഈ പൊറാട്ട നന്നാവുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇത് കഴിഞ്ഞ് നമ്മൾ ബൈ